വളരെ സന്തോഷമുണ്ടെന്ന്. കാരണം വെച്ചാൽ ഈ ഒരു വിഷയത്തിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നടത്തിയിട്ടുള്ള ഇടപെടൽ, ആ ഇടപെടൽ എന്ന് പറയുന്നത് അതൊരു സദ്ഭാവനയുടെ കൂടി ഒരു പ്രതീകമാണ്. അപ്പോൾ അത് ഈ ഒരു വഴിക്ക് ഇത്രത്തോളം പുരോഗതി ഉണ്ടാക്കിയത് ഏതൊരു മലയാളിക്കും ഏതൊരു ഇന്ത്യക്കാരനും സന്തോഷം പകരുന്നൊരു കാര്യമാണ്. ഗവൺമെന്റ് തലത്തിലും കൂടെ തുടർ നടപടി വേണ്ട സർ, ഇനിയിപ്പോൾ അങ്ങോട്ട് മുന്നോട്ട് പോകണം സ്വാഭാവികം. തീർച്ചയായിട്ടും. എന്താ കാരണം വെച്ചാൽ ഔപചാരികമായിട്ടുള്ള സംവിധാനങ്ങളുടെ ഒരു പിൻബലവും കൂടി വേണം. ഇപ്പോൾ ഞാൻ വിദേശകാര്യ മന്ത്രിക്ക് കത്തെഴുതിയപ്പോൾ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഈ വിഷയം 2-3 വർഷം മുമ്പ് ഞാൻ പാർലമെന്റിൽ ഉയർത്തിയതാണ്. കഴിഞ്ഞ ബജറ്റ് സമ്മേളനത്തിൽ വീണ്ടും ചോദ്യം ഉയർത്തിയതാണ്. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഔപചാരികമായിട്ടുള്ള ഇരു രാജ്യങ്ങൾക്കിടയിലുള്ള ഔദ്യോഗിക സംവിധാനങ്ങൾക്കപ്പുറത്തുള്ള സംവിധാനങ്ങൾ കൂടി നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇപ്പോൾ കാന്തപുരം മുസ്ലിയാർ ഈ കാര്യത്തിൽ രംഗത്ത് വന്നതുപോലെ മറ്റു പലർക്കും അക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അവരെയും കൂടി ഇതിലേക്ക് അണിനിരത്തണം. അതിലൊരു പ്രത്യേകമായ ഒരു കാര്യം ഞാൻ എടുത്തു പറഞ്ഞത്, ഈ ഹൂതി മിലിഷ്യയുടെ മുകളിൽ നിയന്ത്രണമുള്ള അല്ലെങ്കിൽ സ്വാധീനമുള്ള ഒരു രാജ്യം ഇറാനാണ്. ഇറാനുമായിട്ട് വലിയൊരു ബന്ധമുള്ളവരാണ്. അപ്പം ഇറാനുമായിട്ട് നമുക്ക് എത്രയോ കാലത്തെ സൗഹൃദമുണ്ട്. ആ ഗവൺമെന്റിന്റെ ഗുഡ് വില്ല്, ആ ഗവൺമെന്റിന്റെ സേവനം അല്ലെങ്കിൽ അവരുടെ ഗുഡ് ഓഫീസ് വിനിയോഗിക്കാനുള്ള ഒരു സംവിധാനം വേണം. മറ്റൊന്ന് അബുദാബി സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഖലീഫ ഫൗണ്ടേഷൻ. ആ ഫൗണ്ടേഷൻ പല ഘട്ടങ്ങളിലും എനിക്കറിയാവുന്ന കാര്യമാണ്. യമനിൽ പരിക്കേറ്റ, ഈ പറഞ്ഞ സിവിൽ വാറിലൊക്കെ പരിക്കേറ്റുള്ള ആൾക്കാരെ ചികിത്സയ്ക്കായിട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ആ ഒരു ഫൗണ്ടേഷന്റെ ഒരു ഗുഡ് ഓഫീസ് കൂടി ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം കൂടി ആരായണമെന്ന് വിദേശകാര്യ വകുപ്പിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു നിമിഷം നമുക്ക് സന്തോഷം ആശ്വാസം പകരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന് പറയുന്നത് നമ്മുടെ അബൂബക്കർ മുസ്ലിയാറിന്റെ ഇടപെടൽ വളരെ ഗുണപ്രദമായ രീതിയിൽ ഉള്ള ഒരു വഴിത്തിരിവ് സൃഷ്ടിച്ചിരിക്കുന്നതാണ്. ഇതിലൊരു സൂക്ഷ്മതലത്തിലേക്ക് ഞാൻ പോകുന്നില്ലെങ്കിൽ പോലും ആ കുടുംബത്തിലെ ഒരു വൈകാരികമായിട്ടുള്ള ഒരു വശമുണ്ട്. ആ കൊല്ലപ്പെട്ട വ്യക്തിയുടെ ഉമ്മയ്ക്കും സഹോദരനും പല കാര്യങ്ങളും ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ട്. എന്നാ കാരണം വെച്ചാൽ അവരുടെ കുടുംബത്തിലെ ഒരു അംഗത്തിന്റെ ഒരു മരണം സ്വാഭാവികമായിട്ടും അവരെ പിടിച്ചുലയ്ക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ദിയാധനത്തിന് അപ്പുറത്തുള്ള ഒരു പ്രത്യേക തലമുണ്ട്. അതുകൊണ്ടാണ് ഇദ്ദേഹം മതപണ്ഡിതരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ളൊരു ചർച്ച അവിടെ സാധ്യമാക്കിയത്. അവർക്ക് സ്വാഭാവികമായിട്ടും ഇതിനൊരു ആത്മീയ വശത്തെക്കുറിച്ചും ഖുറാന്റെ ഒരു ആത്യന്തികമായിട്ടുള്ള തലത്തെക്കുറിച്ചൊക്കെ പറയാൻ പറ്റും. ആ കുടുംബാംഗങ്ങളുടെ വികാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഒരു പ്രായശ്ചിത്തത്തിന്റെയും പശ്ചാത്താപത്തിന്റെയും ഒരു പ്രസക്തിയെക്കുറിച്ച് ഊന്നാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും ജോൺ ബ്രിട്ടാസ് MP നിമിഷപ്രിയയുടെ വിഷയത്തിൽ